നിങ്ങൾ പെൺമക്കളുള്ള ദമ്പതിമാരാണോ? ആൺമക്കളില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുകയാണോ? നിങ്ങൾക്കിതാ ഒരു വമ്പൻ ഓഫർ കടന്നു വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട യഅ്ഖൂബ് ബിൻ ബഖ്താർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് 7 പെൺമക്കളെ തരികയുണ്ടായി. ഓരോ പെൺമകൾ ജനിക്കുമ്പോഴും ഞാൻ അന്നത്തെ മഹാപണ്ഡിതനാകുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നോട് പറയും, ഓ അബൂ യൂസുഫ്, നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കെല്ലാം തന്നെ കൂടുതലും പെൺമക്കളായിരുന്നു, അവരെല്ലാവരും തന്നെ പെൺമക്കളുടെ ഉപ്പമാരായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആൺമക്കളില്ലാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും എന്നിൽ നിന്ന് ഉടനെ തന്നെ മാറിപ്പോകുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അപ്രകാരം തന്നെ പറഞ്ഞു, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും അവരെ നല്ല അദബ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുകയും അവർക്ക് നല്ല തർബിയത്ത് കൊടുക്കുകയും നല്ല സ്വാലിഹീങ്ങളായ മക്കൾക്ക് അവരെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്നത്തു അൽബത്തൻ, നിസ്സംശയം തന്നെ അവർക്ക് സ്വർഗം നിർബന്ധമായിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ 2 പെൺമക്കളാണെങ്കിൽ എന്ത് ചെയ്യും നബിയെ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, 2 പെൺമക്കളാണെങ്കിലും അപ്രകാരം തന്നെ. വീണ്ടും സഹാബത്ത് ചോദിച്ചു, നബിയെ 1 മകളെ ഉള്ളൂ എങ്കിലോ? അള്ളാന്റെ ഹബീബ് ലോകത്തുള്ള മാനവർക്ക് സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ, റഹ്മത്തിന്റെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, 1 മകളെ ഉള്ളൂ എങ്കിലും അവർക്ക് ഈ പ്രതിഫലം തന്നെ ലഭിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്തൊരു പ്രതിഫലമാണ് പെൺമക്കളുള്ളവർ! ഇത് ആൺമക്കൾ മോശമാണ് എന്നല്ല പറയുന്നത്, ആൺമക്കൾ അത് നിഅ്മത്താണ്. ആ നിഅ്മത്തിനെ സംബന്ധിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ, സ്വാലിഹാത്തുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.